നമസ്കാരം, വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി VS ആലപ്പുഴയിലേക്ക്. വിലാപയാത്രയെ അനുഗമിക്കുന്നത് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ. കാടാച്ചിറയിൽ സ്വകാര്യ ബസും KSRTCയും കൂട്ടിയിടിച്ച അപകടം, 25ഓളം യാത്രക്കാർക്ക് പരിക്ക്. വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ കേരളീയ സമൂഹത്തിന് വമ്പിച്ച ആഘാതങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. സംഘപരിവാർ പ്രചാരകരെ വെല്ലുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്നും റസാഖ് പാലേരി. വാർത്തകൾ വിശദമായി. തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി VS അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്ക്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് VSന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചത്. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത്. പ്രിയ നേതാവിനെ അവസാനമായി കാണാനായി റോഡിന് ഇരുവശങ്ങളിലും വൻ ജനക്കൂട്ടമാണുള്ളത്. കേരളത്തിന്റെ വിപ്ലവ സൂര്യനും മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന് തലസ്ഥാന നഗരം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബർട്ടൺ ഹില്ലിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും രാവിലെ വിലാപയാത്രയായി മൃതദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വസതിയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെയുള്ള അന്ത്യയാത്രയിൽ ഒരു നോക്ക് കാണാനായി റോഡിനിരുവശവും നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടാണ് ജനങ്ങളും പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ എത്തിയത്. കണ്ണെ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂ എന്നീ മുദ്രാവാക്യങ്ങൾ പ്രവർത്തകർ ആവേശത്തിൽ വിളിച്ചത് അന്തരീക്ഷത്തിൽ മുഴങ്ങി. ദർബാർ ഹാളിൽ പൊതുദർശനത്തിച്ച ഭൗതികദേഹത്തിൽ ദേശീയ പതാക ഉദിപ്പിച്ചു. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, നിയമസഭാ സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, KN ബാലഗോപാൽ എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിമാരും CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPM നേതാക്കളായ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മുൻ ചീഫ് സെക്രട്ടറിമാരായ ഡോക്ടർ വേണു, ശാരദ മുരളീധരൻ, ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ സാധാരണക്കാരും ദർബാർ ഹാളിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാടാച്ചിറയിൽ സ്വകാര്യ ബസും KSRTCയും കൂട്ടിയിടിച്ച് 25ഓളം യാത്രക്കാർക്ക് പരിക്ക്. കൂത്തുപറമ്പിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന KSRTCയും കണ്ണൂരിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കാടാച്ചിറയിൽ സ്വകാര്യ ബസും KSRTCയും കൂട്ടിയിടിച്ചാണ് 25ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റത്. കൂത്തുപറമ്പിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന KSRTCയും കണ്ണൂരിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കാടാച്ചിറ ഡോക്ടർ മുക്കിൽ രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. SNDP യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ കേരളീയ സമൂഹത്തിന് വമ്പിച്ച ആഘാതങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. സംഘപരിവാർ പ്രചാരകരെ വെല്ലുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്നും റസാഖ് പാലേരി. ഞങ്ങൾ ഈ രീതിയാണ് കൈകാര്യം. ഇത് CPM അവസാനിപ്പിക്കണം. CPMന്റെ രീതി അതല്ലല്ലോ. വംശീയ വിദ്വേഷ പ്രചാരകരെ തള്ളിക്കളയുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് എത്തേണ്ട CPM കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണം ലഭിക്കുമെന്നതിനാൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നാട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. ഞങ്ങൾ UDFനെ പിന്തുണക്കുന്നോ മറ്റോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. അതും ഇതുമായൊന്നും പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. സംഘപരിവാർ പ്രചാരകരെ വെല്ലുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്. വിദ്വേഷത്തിന്റെ വിഷം തുപ്പുന്നയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളിക്ക് വെള്ളപൂശുകയാണെന്നും റസാഖ് പാലേരി കണ്ണൂരിൽ പറഞ്ഞു. CPMന് ഒരു ഗുണം ഇതുകൊണ്ടൊന്നും ഉണ്ടാകില്ല. ഇതിൻ്റെ മുഴുവൻ ഗുണവും നേടിയെടുക്കാൻ പോകുന്നത് സംഘപരിവാറും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തികളുമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇതിനെതിരായ നിലപാട് സ്വീകരിക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത്തരം കുപ്രചരണങ്ങളെ കേരളം തള്ളിക്കളയണം. ഭരണകൂടം അതിൻ്റെ കൂടെ നിൽക്കരുത്. ആഭ്യന്തര വകുപ്പ് കേസെടുക്കണം. കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിദ്വേഷ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത
വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കണം എന്നുകൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. പാനൂരിന്റെ കിഴക്കൻ മേഖലകളിൽ കുടിവെള്ള വിതരണത്തിനായി എടുത്ത കുഴികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നത് തുടർക്കഥയാകുന്നു. ചെണ്ടയാട് വരപ്രയിൽ റോഡരികിൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുഴിച്ച കുഴിയിലേക്ക് താഴ്ന്ന ഓട്ടോ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. KL 58F 3092 നമ്പർ ഓട്ടോ ആണ് മറിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ റോഡരികിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ട കുഴിച്ച കുഴിയിലേക്ക് താഴ്ന്ന് ഓട്ടോ മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ ചെണ്ടയാട് സ്വദേശി ചുണ്ടയിൽ സുരേഷ്, ഭാര്യ രമ, പുത്തൻപറമ്പത്ത് ശ്രീജിന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. നിത്യേന നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നതെന്നും അധികൃതർ കുഴി നികത്താനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ജലജീവൻ മിഷന്റെ ഭാഗമായി കഴിഞ്ഞ മാസങ്ങളിൽ കുഴിച്ച വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൻ്റെ കുഴിയിൽ വീണിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാട്ടർ പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുഴിച്ച കുഴിയാണിത്. അതിനുശേഷം ഈ പൈപ്പ് ഇതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലാക്കാൻ വേണ്ടി യാതൊരുവിധ നടപടിയും ജലജീവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് അധികൃതരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റോഡുകളിലുള്ള ഈ പൈപ്പിൻ്റെ കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാനോ അല്ലെങ്കിൽ മറ്റ് അപകടമുണ്ടാകാത്ത രീതിയിൽ ഉള്ള നടപടികൾ സ്വീകരിക്കാനോ ആവശ്യപ്പെട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. മെയിൻ റോഡുകളിൽ തന്നെ ഇത്ര നിരവധി അപകടങ്ങൾ നമ്മുടെ ചെട്ടിയാട് പുത്താൻപടിക റോഡിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ അപകടങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഈ കുഴിച്ച പൈപ്പ് കുഴികൾ മെയിൻ്റനൻസ് പണികൾ നടത്തിക്കൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. മയക്കുമരുന്ന് ഉപയോഗിച്ചയാളെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ വണ്ടിച്ചാലിൽ. നിയമവഴിയിൽ നടപടിയെടുക്കേണ്ടതിന് പകരം മർദ്ദനമുറകൾ സ്വീകരിച്ചാൽ കൊലക്കുറ്റത്തിന് അകത്തുപോയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പാനൂർ നഗരസഭ ലഹരിമുക്ത ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നഗരസഭാതല ജാഗ്രതാ സമിതി രൂപീകരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. MDMA പോലുള്ള രാസലഹരി ഉപയോഗിച്ചവരെ ഒരിക്കലും മർദ്ദനമുറകളോടെ കൈകാര്യം ചെയ്യരുത്. രാസലഹരി ഉപയോഗിക്കുമ്പോൾ രക്തസമ്മർദ്ദം ക്രമാതീതമായി കൂടുമെന്നും മർദ്ദനമേൽക്കുമ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടായേക്കാമെന്നും സുകേഷ് കുമാർ പറഞ്ഞു. ഉപയോഗിച്ചവന്റെ ശരീരം നോർമൽ അല്ല. ഡ്രഗ് ഉപയോഗിക്കുന്നവന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു MDMA ആവട്ടെ, ഏത് എക്സ്റ്റസി ഡ്രഗുകൾ ഏതും ആവട്ടെ, കഴിച്ചവന്റെ ശരീരം എന്ന് പറയുന്നത് ഒന്ന് ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ബോഡിക്ക്. സാധാരണയുള്ള ടെമ്പറേച്ചറിൽ നിന്നും വളരെ പീക്കിലായിരിക്കും അവന്റെ ബോഡി ടെമ്പറേച്ചർ. 2, അവന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈറ്റിലായിരിക്കും. നോർമൽ ബീറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 72 തവണയാണ്. പക്ഷേ ഇത് 72 തവണയല്ല. ഒരു ഡ്രഗ് അടിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പീക്കിലാണ്. 76 79 അല്ല, അതിന് മുകളിലേക്ക് പോകും. പിന്നെ ഏത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരുടെയും രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് പീക്കിലായിരിക്കും. അപ്പം ഈവൻ സ്മോക്ക് ചെയ്യട്ടെ, നിങ്ങൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യട്ടെ, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഈ പറയുന്ന പീക്കിലേക്ക് പോകും. അപ്പം ഏത് ലഹരി പദാർത്ഥം കഴിച്ചാലും ശരീരത്തിന്റെ രക്തസമ്മർദ്ദ നില പീക്കിലായിരിക്കും. ഡ്രഗ് പ്രത്യേകിച്ച് MDMA പോലുള്ള എക്സ്ട്രസി ഡ്രഗുകൾ കഴിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഈ ഹാർട്ട് ബീറ്റ് ഹൈറ്റിലായിരിക്കും, ബോഡി ടെമ്പറേച്ചർ ഹൈറ്റിലായിരിക്കും. ആ ഒരു നിമിഷം നിങ്ങൾ ഒരുത്തിനെ പോയിട്ട് നിന്നെ പിടിച്ചിടാന്ന് പറഞ്ഞിട്ട് ഒരു അടി ഇങ്ങനെ അടിച്ചാൽ, അല്ലെങ്കിൽ ഒരു പിടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവന്റെ ഹൃദയം നിന്നുപോകും, ഹാർട്ട് പണിമുടക്കും, അറ്റാക്ക് വരും, പ്രതിയാരാകും. ജനനന്മ വിചാരിച്ചിട്ട് അല്ലെ, സമൂഹ നന്മ വിചാരിച്ചിട്ട് നമ്മൾ ഇടപെട്ടാൽ നമ്മൾ ചിലപ്പോൾ പ്രതിയാകുന്ന കേസുകളായി മാറിപ്പോകും. അതുകൊണ്ട് ഇടപെടുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ തന്മയത്വത്തോടെ നിയമപരമായ ഏജൻസികൾക്ക് വിവരം നൽകിക്കൊണ്ട് മാത്രം കൈമാറുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങളെ അറിയിച്ചുകൊണ്ട്. പാനൂർ നഗരസഭ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഹനീഫ അധ്യക്ഷനായി. മെമ്പർ സെക്രട്ടറി MB ജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാനൂർ പോലീസ് ഇൻസ്പെക്ടർ MK ഷിജു, കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AK വിജേഷ്, നഗരസഭാംഗങ്ങളായ V നാസർ, പ്രീത അശോക്, M രത്നാകരൻ, സ്വാമിദാസൻ, NA കരീം, KK സുധീർ കുമാർ, CDS ചെയർപേഴ്സൺ AK ശോഭന എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി KR മനോജ് കുമാർ സ്വാഗതവും ശശി നടുവിലക്കണ്ടി നന്ദിയും പറഞ്ഞു. തുടർന്ന് സനീഷ് വടകരയുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാജിക് ഷോയും അരങ്ങേറി.
ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803, 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ.
വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തയിലേക്ക്. ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ശരീരഭാരം കുറയ്ക്കാൻ പ്രത്യേക സൗജന്യ യോഗ പരിശീലന ക്ലാസ്സിന് തുടക്കമായി. യോഗയിലൂടെ ശരീരഭാരം കുറയ്ക്കാനുള്ള 1 മാസത്തെ പരിശീലനം ദിവസവും രാവിലെ 7 മുതൽ 8 വരെയാണ് നൽകുന്നത്. ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ജൂലൈ 21 മുതൽ ശരീരഭാരം കുറയ്ക്കാൻ പ്രത്യേക സൗജന്യ യോഗ പരിശീലന ക്ലാസ് ആരംഭിച്ചു. യോഗയിലൂടെ ശരീരഭാരം കുറയ്ക്കാനുള്ള 1 മാസത്തെ പരിശീലനം ദിവസവും രാവിലെ 7 മുതൽ 8 വരെയാണ് നൽകുന്നത്. നിലവിൽ ഉദ്യോഗസ്ഥർ, വീട്ടമ്മമാർ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും പരിശീലനത്തിനെത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി യോഗ വെൽനസ് ക്ലബ് അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. സ്വസ്ഥവർത്താന യോഗ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ വെയിറ്റ് റിഡക്ഷൻ ഈ ഒരു 1 മന്ത് ട്രെയിനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊരു ചലഞ്ച് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയാനുള്ളത്. ചലഞ്ച് അല്ല. ചലഞ്ച് മീൻസ് നമ്മള് ഒരു വാക്ക് തന്നെയാണ്. 1 മന്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ഇത്ര കിലോ കുറയും, അങ്ങനെയുള്ള ചലഞ്ച് അല്ല. കാര്യം എന്ന് വെച്ചാൽ യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. മീൻസ് നമ്മൾ മറ്റുള്ള എക്സസൈസുകൾ പോലെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം റെഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഇച്ചിരി ഡെസ്പ്, അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഡെസ്പ് ആവാൻ പാടില്ല. നമ്മൾ ഗ്രാജുവൽ ആയിട്ടാണ്, ഒരു സ്ലോ പ്രോസസ്സാണ് യോഗ. അപ്പൊ സ്ലോലിയാണ് അത് നമുക്കത് മാറുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മന്ത് പോയിട്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് വരരുത്. യോഗയിൽ ഫസ്റ്റ് വേണ്ടത് ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ് യോഗയ്ക്ക് വേണ്ടത്. അത് നമ്മൾ കുറെ ഇതൊക്കെ പറയുന്നുണ്ട്. എനിവേ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നമ്മൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ സ്റ്റാർട്ടിങ് ഈ യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ബ്ലഡ് പാരാമീറ്റർ നോക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ, ബ്ലഡ് ഷുഗർ ലെവൽ നോക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 മന്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പാണ് യോഗ ക്ലാസ് നടത്തുന്നത്. സ്വസ്ഥവൃത്ത വകുപ്പിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KS ബിനു, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വേദവ്യാസ്, ഡോക്ടർ CK റീമ എന്നിവരടങ്ങുന്ന ടീമിനാണ് യോഗ ക്ലാസിന്റെ ചുമതല. ബാലസംഘം ചമ്പാട് വില്ലേജ് സമ്മേളനം കിഴക്കേ ചമ്പാട് ശിശുമന്ദിരത്തിൽ നടന്നു. ബാലസംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീരാഗ് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് E മുഹമ്മദ് നസീബ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ഹൃദുൽദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KP ഋതുവർണ, തേജൽ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ബാലസംഘം പാനൂർ ഏരിയ സെക്രട്ടറി ശ്രീനന്ദ, ഏരിയ പ്രസിഡന്റ് വൈഷ്ണവ്, ഏരിയ ജോയിന്റ് കൺവീനർ രഗിനേഷ്, ജില്ലാ കമ്മിറ്റി അംഗം P പ്രസന്ന, വില്ലേജ് കൺവീനർ AK ദിനേശൻ എന്നിവർ സംസാരിച്ചു. സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ഏറ്റവും കൂടുതൽ ടിവിയിലും വർത്തമാന മാധ്യമങ്ങളിലും കാണുന്ന ഒരു വാർത്തയാണ് തെരുവ് നായകളുടെ ശല്യം. തെരുവ് നായകൾ കുട്ടികളെ കടിച്ചു കീറുന്നത് ദയനീയ കാഴ്ച കാണാൻ സാധിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ഒരു നഷ്ടവും എടുക്കുന്നില്ല. കഴിഞ്ഞ സമ്മേളനത്തിലുൾപ്പെടെ സൂചിപ്പിച്ച വിഷയമാണിത്. ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. സെക്രട്ടറി എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ പങ്കെടുക്കാറുണ്ട്. ഇതിന്റെ മോശമാണെന്ന് വില്ലേജിന്റെ അഭിപ്രായം. സന്ദർശിച്ച പ്രവർത്തനം ഏറ്റവും ഒന്നാണ്. കാർണിവലിൽ വേനൽക്കൊമ്പി എന്നീ പരിപാടിയിൽ നല്ല രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. യൂണിറ്റ് സമ്മേളനം ആകെ 26 പേർ പങ്കെടുത്തു. ഉച്ചഭക്ഷണമായി ഫ്രൈഡ് റൈസ് വിളമ്പി വടക്കുംപാട് PC ഗുരുവിലാസം UP സ്കൂൾ. അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഭക്ഷണമൊരുക്കിയത്. കുട്ടികൾക്ക് പോഷകസമൃദ്ധവും രുചികരവുമായ ഭക്ഷണം നൽകണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഫ്രൈഡ് റൈസ് നൽകിയത്.
PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു ചേർന്നാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയത്. ഇനിയുള്ള ദിവസങ്ങളിലും കുട്ടികൾക്ക് ഇത്തരത്തിൽ സ്പെഷ്യൽ മെനു തയ്യാറാക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് പ്രധാനാധ്യാപിക ജോഷിതയും PTA പ്രസിഡന്റ് അഷ്റഫും പറഞ്ഞു. പോഷകമൂല്യമുള്ള ഉച്ചഭക്ഷണം കുട്ടികൾക്ക് വിതരണം ചെയ്യുക എന്നുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇന്ന് PTA എക്സിക്യൂട്ടീവിൻ്റെ ടീച്ചേഴ്സിൻ്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് നൽകുകയുണ്ടായി. കുട്ടികളിൽ നിന്ന് വളരെ നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ PTA സഹായത്തോടു കൂടി ഈ ഒരു സംരംഭം തുടങ്ങണമെന്നാണ് ആഗ്രഹം അറിയിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മെനു ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് രക്ഷിതാക്കളുടെയും PTA വകയാണ് ഇന്ന് ഈ ഫ്രൈഡ് റൈസ് ടീച്ചർമാരും എല്ലാം സഹായിച്ചിട്ടാണ് ഇന്ന് ഫ്രൈഡ് റൈസ് കൊടുത്തത്. ഈ രീതിയിൽ ഇനിയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫ്രൈഡ് റൈസ് കൊടുക്കണമെന്നുള്ള ആലോചനയിലാണ് നിങ്ങളിപ്പോൾ PTA ഉണ്ടായത്. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജി കാരായി, ജിതേഷ് കാർത്തിക, നാഷിഫ് അലിമിയാൻ, ആഷിദ സലാഹുദ്ദീൻ, പ്രബിഷ, അധ്യാപകരായ മഹേഷ്, രാജി, രമ്യ, ആൻസി, സതി, ധനലക്ഷ്മി, ലീന, ശരത്, സുരാജ്, റെനീഷ്, സഫ്ദർ എന്നിവർ നേതൃത്വം നൽകി. SYSന്റെ നേതൃത്വത്തിൽ സാന്ത്വനം ഫിസിയോതെറാപ്പി സെന്റർ പാറാട് പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് ത്വാഹ തങ്ങൾ സക്കാഫി ഉദ്ഘാടനം ചെയ്തു. SYS സാന്ത്വനം പാറാട് ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പാറാട് ജുമാ മസ്ജിദിന് സമീപത്തായാണ് SYS ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. ത്വാഹ തങ്ങൾ സഖാഫി ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുറഷീദ് സഖാഫി മെരുവമ്പായി, മുത്തലിബ് സഖാഫി പാറാട്ട്, മുഹമ്മദ് സഖാഫി പുത്തൂർ, മുനീർ അസ്ഹരി കുണ്ടുങ്കര, മൊയ്തു മുസ്ലിയാർ പുത്തൂർ, ഫൈസൽ കുലൂത്ത്, അഷ്കർ അലി, പ്രൊഫസർ KK മഹമ്മൂദ്, R അബ്ദുള്ള മുസ്ലിയാർ, VT അഹമ്മദ് മാസ്റ്റർ, VP മുനീർ മാസ്റ്റർ, നാസർ കാണാമ്പത്ത് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നടുവേദന, കഴുത്തുവേദന, കാൽമുട്ടുവേദന, ഉപ്പൂറ്റിവേദന, തോൾവേദന, സന്ധിവാദം, ആമവാദം, ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ, കൈകാലുകൾക്ക് തെരിപ്പ് തുടങ്ങിയവയ്ക്കൊക്കെ ഇവിടെ ചികിത്സാ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് SYS ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം.
സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. പാനൂർ UP സ്കൂളിൽ ചാന്ദ്രദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് റോക്കറ്റ് മാതൃകകൾ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചത് വേറിട്ട കാഴ്ചയായി. പാനൂർ UP സ്കൂളിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടൊരുക്കിയ റോക്കറ്റുകളുടെ മാതൃകാ നിർമ്മാണവും പ്രദർശനവും വേറിട്ട കാഴ്ചയായി. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് 100-ലേറെ റോക്കറ്റുകളുടെ മാതൃകകൾ നിർമ്മിച്ചത്. ചാന്ദ്രദിനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവന്മാരാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി ഒരുക്കിയതെന്ന് പ്രധാന അധ്യാപിക വി ജീജ പറഞ്ഞു. ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. ആ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾ ഇന്ന് ഇവിടെ നിന്ന് അവർ കൈവരിച്ച അറിവുകൾ തൊട്ടടുത്ത ദിവസം അവരുടെ കൂട്ടുകാർക്കും സഹപാഠികൾക്കും സ്കൂളിൽ വെച്ച് ഒരു ക്ലാസ് എന്ന രൂപത്തിൽ തന്നെ കൈമാറുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സബ് ജില്ലയിൽ നടക്കുന്നത്. റോക്കറ്റ് മാതൃകാ നിർമ്മാണം വിദ്യാർത്ഥികൾക്കും പുത്തൻ അനുഭവമായി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ചന്ദ്രദിനം. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. മനുഷ്യനെ കാലുകുത്താൻ സാധിച്ച ഏക ഗോളവും മനുഷ്യന്റെ ആദ്യ സന്ദർശനം നടന്നത് 1969 ജൂലൈ 21. ഇത് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റുകളാണ്. ഇത് ഉണ്ടാക്കാൻ കുറേ സമയമുണ്ട്. പാനൂർ ഉപജില്ലാതല ചാന്ദ്രദിനാചരണവും വിദ്യാലയത്തിൽ വെച്ച് നടന്നു. പാനൂർ AO ബൈജു കേളോത്ത് ഉദ്ഘാടനം ചെയ്തു. പാനൂർ BPC K സിമ്മി, റിട്ടയേർഡ് സയൻസ് അധ്യാപകൻ TC ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ചാന്ദ്രദിന ക്ലാസിന്റെ ലൈവ് സ്ട്രീമിംഗും ഉണ്ടായിരുന്നു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ കമ്പ്യൂട്ടർ ലാബിലൂടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇത് കാണാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് UP സ്കൂളിൽ ഇത്തരത്തിൽ ഒരു ലൈവ് സ്ട്രീമിംഗ് പരിശീലന ക്ലാസ് നടക്കുന്നത്. പാനുണ്ട മഹിളാ സമാജം വനിതാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ M നവ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മികച്ച വായനക്കാരിയായ ചന്ദ്രമതിയെയും ഹരിതകർമ്മ സേനാംഗങ്ങളായ ബിനിയെയും ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ M നവ്യ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ആയുഷ പരിപാലനം വേദം ആയുർവേദം എന്നാണ്. അതായത് ആയുസ്സിനെ പരിപാലിക്കലാണ് ആയുർവേദത്തിന്റെ ഒന്നാമത്തെ ഒരു ഉദ്ദേശം. അതായത് ഒരു ചികിത്സാ ശാസ്ത്രം എന്നതിലുപരി അത് ഒരുപാട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആയുർവേദം പറയുന്നുണ്ട്. അതായത് ഇപ്പം ആയുസ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? നല്ലൊരു ആയുസ് വേണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കാനുള്ള, ആരോഗ്യം നിലനിർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദിനചര്യ, ഋതുചര്യ, അങ്ങനെ. അപ്പം ആയുർവേദത്തിന്റെ ഒരു ബേസ് എന്ന് വെച്ചാൽ ത്രിദോഷങ്ങളാണ്. കേട്ടിട്ടുണ്ടോ? വാതം, പിത്തം, കഫം. PM ശോഭന അധ്യക്ഷയായി. KC ചന്ദ്രിക സംസാരിച്ചു. C മിനി സ്വാഗതവും ബേബി ലത നന്ദിയും പറഞ്ഞു. തലശ്ശേരിയിലെ പുരാതന തറവാടായ ബടയക്കണ്ടി കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു. കോഴിക്കോട് ആസ്പിൻ കോർട്ട് യാർഡിലാണ് പരിപാടി നടന്നത്. ബടയക്കണ്ടി കുടുംബസംഗമം കോഴിക്കോട് ആസ്പിൻ കോർട്ട് യാർഡിലാണ് നടന്നത്.
മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്ററും കായിക ലേഖകനുമായ കെ അബൂബക്കർ കോയ സംഗമം ഉദ്ഘാടനം ചെയ്തു. വളരെ ഉയർന്ന തലത്തിൽ പ്രകാശിച്ചു നിന്ന ഒരുപാട് ആളുകളെ സൃഷ്ടിച്ച ഒരു വലിയ തറവാട്ടിന്റെ പേരാണ് എന്ന് ചരിത്രം നമ്മോട് പറഞ്ഞു. തറവാട്ടിലെ പ്രായം കുറഞ്ഞ അംഗമായ ഒമർ നജാത്ത് മുതൽ 92 വയസ്സുള്ള ഉമ്മി അബ്ദുള്ള വരെ സംഗമത്തിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, ഉബൈദുള്ള, പ്രമുഖ എഴുത്തുകാരി BM സുഹറ, ഡോക്ടർ MM ബഷീർ, BM ഷെരീഫ്, ഗുദാം ആർട്ട് ഗാലറി ഡയറക്ടറും ബഡേക്കണ്ടി തറവാട്ടംഗവുമായ B ബഷീർ, അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിർ, B ഹമീദ്, മുഹമ്മദ് റാഫി, ഷബീർ, തൻവീർ, സാഹിർ കാത്താണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി VS ആലപ്പുഴയിലേക്ക്. വിലാപയാത്രയെ അനുഗമിക്കുന്നത് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ. കാടാച്ചിറയിൽ സ്വകാര്യ ബസും KSRTCയും കൂട്ടിയിടിച്ച അപകടം, 25ഓളം യാത്രക്കാർക്ക് പരിക്ക്. വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ കേരളീയ സമൂഹത്തിന് വമ്പിച്ച ആഘാതങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. സംഘപരിവാർ പ്രചാരകരെ വെല്ലുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്നും റസാഖ് പാലേരി. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.